ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ചെന്നൈയിൻ എഫ്സിക്കെതിരെയാണ്. ഫസ്റ്റ് ലെഗിൽ കൊച്ചി വെച്ച് നടന്ന മത്സരത്തിൽ ഒരു 3-0 വിജയം, അതും ഈ സീസണിലെ ബെസ്റ്റ് മാച്ച് എന്ന് തന്നെ ഞാൻ പറയും. അങ്ങനത്തെ ഒരു വിജയം സ്വന്തമാക്കാനായിട്ട് സാധിച്ചിരുന്നു ചെന്നൈയിനെതിരെ. പക്ഷേ അതിനുശേഷമൊക്കെ സംഭവിച്ചത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണെങ്കിലും ചെന്നൈയിൻ എഫ്സിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരു മോശമായിട്ടുള്ള സാഹചര്യത്തിലാണ് പോകുന്നത്. ബ്ലാസ്റ്റേഴ്സ് തന്നെ മോശമാണ്, അതിനേക്കാൾ മോശമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഉള്ളത്. പോയിന്റ് ടേബിൾ നോക്കുവാണെങ്കിലും ഇപ്പോൾ റീസെൻ്റ്ലി ഏതാണ്ട് കഴിഞ്ഞ 6 മത്സരമായിട്ട് അവർ വില്ലസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മുഹമ്മദിനോട് പോലും ഒന്നും അവർക്ക് ജയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ചെന്നൈൻ്റെ ഒരു പ്രശ്നം. ഇപ്പം അവരുടെ സ്ട്രൈക്കേഴ്സ് ഇപ്പം സ്കോറിങ്ങിലേക്ക് വരാത്തൊക്കെ പ്രശ്നമുണ്ട്. എന്നിരുന്നാൽ പോലും കോർണർ ഷീൽഡ്സ് എന്ന് പറയുന്ന ഒരു താരം നിലവിൽ ഏറ്റവും മികച്ച ഫോമിലാണ്. ISL തന്നെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ലെവലിലൊക്കെ പെർഫോം ചെയ്യുന്നു. ഡിഫൻസ് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണ് ചെന്നൈൻ്റെ ഒരു കാര്യം പോകുന്നത്. ഇപ്പം ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് പ്രത്യേകിച്ച് സസ്പെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇപ്പം ഡിഫൻസിൽ പ്രീതം കോട്ടാൽ വന്നു, ഫസ്റ്റ് മാച്ചിൽ ഇംപ്രസ് ചെയ്യായിരുന്നു, ലാസ്റ്റ് മാച്ചിൽ മിസ്റ്റേക്ക് സംഭവിച്ചു എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രെഡിയുടെ സാന്നിധ്യം ഒരു മത്സരത്തിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഡൂസാൻ ആ ഒരു പൊസിഷനിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വേറെ ഇന്ത്യൻ ഓപ്ഷൻസ് ഒന്നും DM എന്ന ലെവലിൽ നമുക്ക് പറയാനായിട്ട് അവിടെ ഇല്ലല്ലോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ യെല്ലോ വേവ് പോഡ്കാസ്റ്റ് കാണണം, അതിനകത്ത് പറയുന്നുണ്ടായിരിക്കും. എന്താണെങ്കിലും ഞാൻ സ്കോഡിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ സീസണിൻ്റെ ആദ്യം മുതലേ അങ്ങനെ ഒരാളേ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചില 11 ഒക്കെയുള്ള സാധ്യതകളുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അണിനിരത്താൻ. ഇനി നമുക്ക് ഇരു ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് 11 എന്ന് പരിശോധിക്കുമ്പോൾ ചെന്നൈയിൻ FC ഒരു 4-2-3-1 ഫോർമേഷനിലായിരിക്കും കളിക്കുക. ഗോൾ കീപ്പർ എന്ന നിലയിലേക്ക് വരുമ്പോൾ മുഹമ്മദ് നവാസ്, സെൻട്രൽ ബാക്കിൽ 2 വിദേശ താരങ്ങൾ എൽസിഞ്ഞു ആൻഡ് റയാൻ, റൈറ്റ് ബാക്കിൽ പ്രീതം, ലെഫ്റ്റ് ബാക്കിൽ ലാൽദീപ് ഭൂയ. മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് 2 ഹോൾഡ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ നാംദെ ആൻഡ് ജിതേന്ദർ സിംഗ് എന്നിവർ. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ കോർണർ ഷീൽഡ്സ്, റൈറ്റിൽ കിയാൻ നസീരി, ലെഫ്റ്റിൽ ഇർഫാൻ യാദ്വാദ് ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ജോർദൻ ഗില്ലിനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു 4-3-3 ഫോർമേഷനിൽ ഗോൾ കീപ്പർ എന്ന നിലയിൽ സച്ചിൻ സുരേഷ് തന്നെ, ഡിഫൻസിലേക്ക് വരുന്ന സമയത്ത് മിലോസ് ഹോമിപ്പാം എന്നിവർ സെൻട്രൽ ബാക്കിൽ, റൈറ്റിൽ ഐബാൻ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു, ലെഫ്റ്റിൽ നവോച്ച. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും ദൂസാൻ ആ ഒരു റോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ കളിക്കും. മറ്റൊരു താരം എന്ന നിലയിൽ വിപിൻ ആയിരിക്കും കളിക്കുക. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ ലൂണ, റൈറ്റിൽ കോറു സിംഗ്, ലെഫ്റ്റിൽ അമാവിയ. നോവ ചിലപ്പം ബെഞ്ച് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു താരത്തെ അഡീഷണൽ ആയിട്ട് കളിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ. ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിലേക്ക് വരുമ്പോൾ ഹെസൂസ് ജിമിനസ്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ പറഞ്ഞ പോലെ പല താരങ്ങളും പെപ്പറയും നോവയും അതുപോലെ അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ പലരെയും നമുക്ക് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു ചേഞ്ച് വരുത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിജയസാധ്യത ഉള്ള മത്സരം തന്നെയാണ്. പക്ഷേ പറഞ്ഞല്ലോ, ചെന്നൈയിൽ പോയി ഇതേവരെ ആ ഒരു സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ISL ചരിത്രത്തിൽ തന്നെ. അപ്പം അതൊരു ടാസ്ക് തന്നെ ആയിരിക്കും. ആ ഒരു പ്രഷർ പ്ലേയേഴ്സിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ തോമസ് ഈ ഒരു മത്സരത്തിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് പറയുന്നത്. പുള്ളി ഇപ്പം UEFA പ്രോ ലൈസൻസിൻ്റെ ആ ഒരു ഭാഗമായിട്ട് ടീമിൻ്റെ ഭാഗമായിട്ടില്ല. അപ്പോൾ നോക്കാം എങ്ങനെ വരും എന്നുള്ളത്, ഒരു ഏത് തരത്തിലുള്ള മാച്ച് ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ സനിയഫ്.